കോഴിക്കോടുള്ള ഒരു നേതാവിനെ വകവരുത്താനായി കണ്ണൂരിൽ നിന്നുള്ള കൊലയാളി സംഘത്തെ കണ്ണൂരിൽ നിന്നുള്ള നേതാക്കൾ നിയോഗിക്കുമോ? അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊരു സംശയം വരുന്നു. അപ്പോൾ എന്താണ്, കോഴിക്കോടുള്ള ഏതെങ്കിലും നേതാക്കൾക്ക് വൈരാഗ്യം ഉണ്ടാകുമല്ലോ. അപ്പോൾ ആ വൈരാഗ്യത്തിൻ്റെ കാരണം എന്താണ്? നേരത്തെ എം വി നികേഷ് കുമാർ ചൂണ്ടിക്കാണിച്ച പോലെ 2009 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-നുണ്ടായ വലിയ തോൽവി, അതിനു മുമ്പ് 2008-ലാണല്ലോ ഈ RMP രൂപീകരിക്കുന്നത്. അതിനുശേഷം അവിടെയുണ്ടായ വലിയ വിപ്ലവകരമായ മാറ്റം, വലിയ രൂപത്തിൽ പാർട്ടി അണികൾ തന്നെ പോകുന്നു, VS തന്നെ ഇറങ്ങാൻ പോകുന്നു പാർട്ടിയിൽ നിന്ന് എന്നുള്ള തോന്നലുണ്ടാകുന്നു. അത് വലിയ രൂപത്തിൽ അവിടെ പാർട്ടിക്ക് പ്രശ്നം സൃഷ്ടിച്ചിട്ടുണ്ട്. ഉണ്ടായ തെരഞ്ഞെടുപ്പ്, സതീദേവി മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിൽ മോഹൻ മാസ്റ്റർ വന്ന് സംസാരിക്കുന്നു, പ്രസംഗിക്കുന്നു, അദ്ദേഹത്തിനെതിരെ കയ്യേറ്റ ശ്രമമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു വൈരാഗ്യത്തിൻ്റെ കാരണങ്ങളായി RMP തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ തരത്തിൽ പാർട്ടി അറിയാതെ നടക്കില്ല. പാർട്ടി സംവിധാനം ഈ രൂപത്തിലായി ഈ 2 ഏരിയ കമ്മിറ്റികളെ ഏകോപിപ്പിക്കുന്ന ഒരു ഏകോപനം നടന്നിട്ടുണ്ട്. അത് മേൽത്തട്ടിലാണ്. ഓക്സിജനിൽ വമ്പിച്ച വിലക്കുറവുമായി കേരളം കൂളാകും AC ഡിസ്കൗണ്ട് സെയിൽ. Oxygen, the cooling expert.